ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ജൂൺ 12-ാം തീയതിയാണ് ഇന്ത്യയിലെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത്. ഇപ്പോഴിതാ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ ഇനി 13 ദിവസങ്ങൾ കൂടി മാത്രമാണ് ഈ ട്രാൻസ്ഫർ ജാലകം അവശേഷിക്കുന്നത്. ഓഗസ്റ്റ് 31-ാം തീയതി ഈ ട്രാൻസ്ഫർ വിൻഡോ അടക്കും. അതിനുശേഷം ക്ലബ്ബുകൾ തമ്മിലുള്ള കൈമാറ്റം നടക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ വലിയ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒരൊറ്റ സൈനിങ് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നടത്തിയിട്ടില്ല. നമുക്കറിയാം 9 താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു. 3 വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. ഡാനിഷ്, ഫ്രാഞ്ചു, യോക്ക്, നിഹാൽ, സഹീഫ്, സച്ചിൻ, ടൈസൺ സിംഗ്, വിക്ടർ ബെർത്തോമു, അജ്സൽ, ഇങ്ങനെ 9 താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. ഒരൊറ്റ താരം പോലും ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടില്ല. ചില താരങ്ങളുടെ പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡീലിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതായാലും ട്രാൻസ്ഫർ വിൻഡോ ഇപ്പോൾ അടക്കുകയാണ്. 31-ാം തീയതി അടക്കും. അതിനുശേഷം ഫ്രീ ഏജന്റുമാരായ താരങ്ങളെ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുക. അല്ലാതെ ക്ലബ്ബുകളിൽ നിന്നുള്ള ഒരു കൈമാറ്റം നടക്കില്ല. ക്ലബ്ബുകളിൽ നിന്നും താരങ്ങളെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല എന്നുള്ളതാണ്. അതിനർത്ഥം മികച്ച താരങ്ങളെ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. മറ്റു ക്ലബ്ബുകൾ ഒഴിവാക്കിയ താരങ്ങളെ വെച്ചുകൊണ്ട് മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൂർത്തിയാക്കേണ്ടി വരും, ഈ സീസൺ കളിക്കേണ്ടി വരും. അല്ലാതെ മികച്ച താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ അടയുകയാണ്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണക്ക് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കോൺട്രാക്റ്റ് അവശേഷിക്കുന്ന ഒരു വിദേശ താരം. ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളുടെയും കോൺട്രാക്റ്റ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഫാളു ഉൾപ്പെടെയുള്ള താരങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കേണ്ടതുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല. ഏതായാലും ഇൻവെസ്റ്റ്മെന്റ് ഡീൽ പൂർത്തിയാവേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാണ് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.